ഹായ് ഓൾ, സർട്ടിഫൈഡ് കെയർ ഇൻ എൽഡർലിയിലെ തേർഡ് പേപ്പറായ ജനറൽ കെയർ ആൻഡ് സ്പെസിഫിക് നീഡ്സ് ഓഫ് എൽഡർലിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ലിവിങ് എൻവിറോൺമെൻറ്റ് ഓഫ് ദി എൽഡർലി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഏജ്ഡ് ആവുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എൻവിറോൺമെൻറ്റ്? എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്: മൈക്രോ എൻവിറോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവിറോൺമെൻറ്റ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മൈക്രോ എൻവിറോൺമെൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ക്ലോസ്ലി ഇൻറ്ററാക്റ്റിംഗ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുമായിട്ട് കൂടുതലായിട്ടും ഇടപഴകുന്നതാണിത് നമ്മുടെ മൈക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും അവരുടെ വീടുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന ഫർണിച്ചേഴ്സ് ആവാം, അവിടുത്തെ വോൾ ആവാം, അതൊക്കെയാണ് നമ്മുടെ മൈക്രോ എൻവിറോൺമെൻറ്റിന് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിസിയോളജിക്കൽ ലിമിറ്റേഷൻ ഇൻ ഏജിങ് ആൻഡ് ദി എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അപ്പോൾ നമുക്കറിയാം, പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ശാരീരികപരമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ക്രോണിക് ആൻഡ് അക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് രോഗാവസ്ഥകൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ ഈസ് പ്രസ് ബയോപ്പിയ. പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നിയർ ബൈ ഒബ്ജക്റ്റിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കാതിരിക്കുക. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കാത്ത കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു രോഗാവസ്ഥയാണ്, നമുക്ക് കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് തിമിരം. ഇപ്പോൾ ഒരു 45-60 വയസ്സൊക്കെ ആകുന്ന സമയത്ത് പല ആൾക്കാരും തിമിരത്തിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരിൽ ഒരു കണ്ണിൽ, മറ്റു ചിലരിൽ രണ്ട് കണ്ണിലൊക്കെ തിമിരം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെവികൾക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. മറ്റു ചില ആൾക്കാരിൽ നമ്മുടെ സ്മെൽ സെൻസേഷൻ നഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോയിൻറ്റ്സ് സ്റ്റിഫ് ആവുക, നമുക്ക് സ്റ്റെയർ കേസ് കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ചെയറിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരുപാട് രോഗാവസ്ഥകൾ നമുക്ക് പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസിഡറേഷൻ ഫോർ എൻവിറോൺമെൻറ്റൽ ആട്രിബ്യൂട്ട്. നമുക്ക് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഹെൽത്ത് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റാണ്. വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനായിരിക്കാം, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ലൈറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന സമയത്ത് കോൾഡ് ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മുടെ ഹോട്ട് ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാലും അത് ഒരുപോലെ പ്രായമായ ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചർ ആകുമ്പോഴാണ് അവർ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നെക്സ്റ്റ് കളേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പ്രായമായ പല ആൾക്കാരും ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡാർക്ക് കളേഴ്സ് കാണുന്ന സമയത്ത് അവരുടെ ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റൂമുകളിൽ ലൈറ്റ് കളേഴ്സിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂമിലുള്ള ഫ്ലോർ കവറിംഗ് ആണ്. ഫ്ലോർ കവറിംഗ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും നമ്മുടെ പ്രായമായ ആൾക്കാരുടെ റൂമിൽ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ കാർപ്പറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വീൽ ചെയർസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ വീൽ ചെയർ മൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാർപ്പറ്റ് ഡെയിലി മാറ്റാതൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ യൂറിൻ ഫീസസ് ഒക്കെ ആവുന്ന സമയത്ത് സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല പ്രോബ്ലംസും നമ്മൾ കാർപ്പറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള സ്കിഡ് പ്രൂഫ് ആയിട്ടുള്ള ഫ്ലോറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നമ്മുടെ ഫ്ലോർ കവറിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഫ്ലോറിൽ നിന്ന് ഒരുപാട് ഫ്രാക്ചേഴ്സ് കാര്യങ്ങൾ, സ്ലിപ്പായിട്ടൊക്കെ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബാത്റൂമാണ്. നമ്മൾ പ്രായമായ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബാത്റൂം എന്ന് പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് സ്കിഡ് പ്രൂഫ് അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഫ്ലോർ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കംഫർട്ടബിളായിട്ട് അവർക്ക് നടക്കാനൊക്കെയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ ഫർണിച്ചേഴ്സാണ്. അതായത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ് നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റൂമിൽ യൂസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ബെഡൊക്കെ ആണെങ്കിൽ ഓവർ ഹൈറ്റൊക്കെ ആകുമ്പോൾ അവർക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ടേബിള് കാര്യങ്ങൾ, അതായത് അവർ ബുക്സ് വായിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ടേബിള്, അല്ലെങ്കിൽ അവരുടെ മെഡിസിൻസ് ഒക്കെ വെക്കാനുള്ള ടേബിള്, ചെയേഴ്സൊക്കെ അവരുടെ റൂമിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ്.
മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒരാൾ മാനസികപരമായിട്ട് ആരോഗ്യവാനായിട്ടിരിക്കുക. അപ്പോൾ മെൻ്റലി നമ്മൾ എന്ത് ചെയ്യുക, ഹെൽത്തി എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താണ്, മാനസികപരമായിട്ട് യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ പല ആൾക്കാർ എന്താണ്, വാർദ്ധക്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ പോലുള്ള ഒരുപാട് രോഗാവസ്ഥകൾ നമുക്ക് ഏജ്ഡ് പേഴ്സൺസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തും അതേപോലെ തന്നെ എന്താണ് പുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ സാമൂഹികപരമായിട്ടോ എന്താണ് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്തൊരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യലി ആവാം, ഫിസിക്കലി ആവാം, അല്ലെങ്കിൽ എന്താണ് മെൻ്റലി പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ചില പ്രായമായ ആൾക്കാർ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലും നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അങ്ങനെ പല പ്രോബ്ലംസും എന്താണ് മെൻ്റലി ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഹെൽത്തിന് നമ്മൾ പറയുന്ന പേരാണ് പുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യൽ എൻവിറോൺമെൻറ്റ്. സോഷ്യൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും എന്താണ് നമ്മുടെ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കും. ചില ആൾക്കാർ ക്ലബ്ബ് പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും, നെയ്ബേഴ്സായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് എന്താണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളൊരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് മെൻ്റലി ഫിസിക്കലി എന്താണ് പല രോഗാവസ്ഥകളും അവരിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് എൽഡർലി ക്ലബിൻ്റെയൊക്കെ ഭാഗമാവുക. അതേപോലെ തന്നെ എന്താണ് ആ ക്ലബ്ബ് വഴി എന്താണ് ചെറിയ ചെറിയ ജോലി കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ നമുക്ക് എന്താണ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മളുടേതായ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ വരും. നമ്മുടെ വസ്ത്രം, ഡെയിലി റുട്ടീൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാവാം, ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ക്ലബിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് മെൻ്റലി നമുക്ക് എന്താണ് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് സോഷ്യൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. നെക്സ്റ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് ലിവിങ് എൻവിറോൺമെൻറ്റ് ഓഫ് ദി എൽഡർലി. നമ്മളിപ്പോൾ ഒരു പ്രായമായ ആൾക്കാർ ജീവിക്കുന്ന അന്തരീക്ഷം എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അസസ്മെൻറ്റിൻ്റെ ആവശ്യകത, നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ വീടിനാണ്. അപ്പോൾ വീട്ടിൽ അവരെന്താണ് കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് വീടുകളിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ റൂമിലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് അവൈലബിൾ ആകുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമ്മൾ അസസ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് പരിഗണിക്കേണ്ടതാണ് അവരുടെ ഫാമിലി സപ്പോർട്ട്. പല ആൾക്കാരും എന്താണ് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് എന്താണ് ഒരുപാട് മോശമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താണ് പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും എന്താണ് ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി എന്താണ് അവർ ഓക്കെ ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോർഷൻസിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റോൾ ഓഫ് കെയർ പ്രൊവൈഡർ. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരു രോഗിക്ക് നമ്മൾ നൽകേണ്ട കാര്യങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണോ ഒരു രോഗിയുടെ രോഗകാരണം അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അതായിരിക്കണം. നമ്മുടെ രോഗിയുടെ രോഗാവസ്ഥ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഏത് രീതിയിലുള്ള ചികിത്സയാണോ അവർക്ക് ലഭ്യമാക്കേണ്ടത് ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക പരിഗണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക അവരെ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും എന്ത് ചെയ്യുക ആ രോഗിക്ക് നൽകുക എന്നുള്ളതാണ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതോടെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.